ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അല്ലാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളും അവൻ നിലനിർത്തട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലരും ഖബറിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഖബറാളികൾക്ക് അല്ലാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജീവിത അവസാനം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കഴിയാൻ, സ്വർഗ്ഗത്തിൽ ഒത്തുകൂടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആജന്മ വൈരിയാണ് പിശാച്. ശൈത്വാന്റെ എല്ലാ കെണി വലയങ്ങളും മുഅ്മിനായ മനുഷ്യന്റെ ചുറ്റിലും തീർക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നോടത്ത് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ളതായ ഒരു മനോബലവും തീരുമാന ശക്തിയും ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹുവിന്റെ ഖുർആനിലും തിരു ഹദീസുകളിലും ധാരാളം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. പിശാച് മുഅ്മിനിന്റെ ശത്രുവാണ് എന്ന ശീർഷകത്തിലൂടെ അതിൽ നിന്നും അല്പമൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് ചെയ്യട്ടെ. അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്ത്, പിശാച് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. എന്തുകൊണ്ട് പിശാചിന്റെ നിയന്ത്രണത്തിലേക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ പോവാറുണ്ട്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അതേക്കുറിച്ചുള്ള ഒരു പഠനത്തിലും അന്വേഷണത്തിലും നമുക്ക് ബോധ്യമാകുന്ന ചില സത്യങ്ങളുണ്ട്, പറയാതെ വയ്യ. അള്ളാഹു നമുക്ക് പിശാചിന്റെ കെണി വലയങ്ങളിൽ നിന്നും നമ്മുടെ അമലുകളെ സുരക്ഷിതമാക്കാനുള്ള തന്റെ ഇടവും ബോധവും അതിനുള്ള തൗഫീഖും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. സൗഹൃദം പിശാചുമായിട്ടാണ്, അത് തന്നെയാണ്. സൗഹൃദങ്ങളുടെ ചില സാധാരണ അനുഭവങ്ങൾ നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഒരാളായിട്ട് നിരന്തരം സൗഹൃദം, അയാളുടെ കൂടെയാണ് എപ്പോഴും. കുറച്ചു നേരം അയാളുടെ കൂടെ ഒരു മുന്നറിയിപ്പില്ലാതെ നമ്മൾ മാറി നിൽക്കേണ്ട അവസ്ഥ വന്നാൽ സ്വാഭാവികമായും നമ്മെ തേടി അയാൾ ഇങ്ങോട്ട് വരും. ഇതൊന്ന് നമ്മൾ കാണുന്ന സാധാരണ സൗഹൃദമാണ്. നമ്മുടെ വീട്ടിലേക്ക് വരാം, നമ്മൾ എവിടെയാണ് എന്ന് അയാൾക്ക് നമ്മളിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ആ ഇടങ്ങളിൽ വരാം. ഇതൊക്കെ സർവ്വസാധാരണമാണ്. പിശാചിന്റെ വഴിയിലാണ് നിസ്കാരത്തിന് മുമ്പുള്ള സമയങ്ങൾ മുഴുവനും നമ്മൾ പിശാചിന്റെ കൂടെയാണ്. സ്വാഭാവികമായും നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോ പിശാച് നമ്മെ തേടി അങ്ങോട്ട് വരാണ്. അതുകൊണ്ടാണ് പിശാച് നിസ്കാരത്തിൽ ഒരു മനുഷ്യനെ വിടാതെ പിടികൂടുന്നത്. നിസ്കരിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ പിശാചിന്റെ കൂടെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ആ സഹവാസത്തെ നിസ്കാരത്തിന്റെ നേരത്തെ ഒഴിവാക്കി ഇങ്ങ് പോരുമ്പോ, ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇങ്ങ് പോരുമ്പോ പിശാച് തേടി വരികയാണ്. ഈ ഒരു ഇണക്കവും സ്നേഹവും ഒക്കെ നമ്മളിൽ അറിയാതെ വരുന്നുണ്ട്. ഇതൊരു സൗഹൃദമാണ്, പിശാചുമായുള്ള ഒരു സൗഹൃദമാണ്. ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊരു പരാജയത്തിന്റെ സൗഹൃദമാണ്. വമൻ യത്തഖിദ ശൈത്വാന വലിയ്യൻ മിൻ ദൂനില്ലാഹി ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീന. സൂറത്തുൻ നിസാഇന്റെ ആയത്താണ്. പിശാചിനെ ആര് സൗഹാർദ്ദത്തിൽ ഏർപ്പെട്ടു, പിശാചിനോട് ആരെല്ലാം സൗഹാർദ്ദത്തിൽ ഏർപ്പെട്ടു, ആരെല്ലാം പിശാചിനെ ആത്മമിത്രമാക്കിയോ, തീർച്ചയായിട്ടും അവൻ വമ്പിച്ച പരാജയത്തിലാണ് പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ താക്കീത്. നിസ്കാരം എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ തസ്കിയത്തിനുള്ളതാണ്. ഖൽബിനെ സംസ്കരിക്കാനും നിസ്കാരമുള്ളത്. അങ്ങനെയാ ഖുർആൻ എമ്പാടും പറഞ്ഞിട്ടുള്ളത്. ഖൽബിനെ സംസ്കരിക്കുക, ഹൃദയത്തിന്റെ തസ്കിയത്ത്, അത് നിസ്കാരത്തിലൂടെ സാധ്യമെങ്കിൽ പിശാചിന്റെ ജോലിയും ഹൃദയത്തിന്റെ തസ്കിയത്ത് മുടക്കലാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് വേഗം അവൻ കടന്നു വരാനുള്ള കാരണം. നിസ്കാരം കൊണ്ട് സാധ്യമാകേണ്ടത് ഹൃദയത്തിന്റെ തസ്കിയത്ത്, പിശാചിന്റെ ലക്ഷ്യവും ഹൃദയത്തിന്റെ തസ്കിയത്ത് തടയലും. അപ്പൊ സ്വാഭാവികമായും നിസ്കാരം എന്ന അമലിലൂടെ അത് സാധിക്കാതെ വരുത്തണം. അപ്പോഴാണ് അവന്റെ ഡ്യൂട്ടി അവന് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചില വസ്തുതകൾ സംബന്ധമായിട്ട് പറയാം. പരിശുദ്ധമായ ഖുർആനിന്റെ ചരിത്ര വായനകൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചില ആയത്തുകളിലൂടെ ഈ വസ്തുത നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. പുണ്യമാക്കപ്പെട്ട കഅബ ഷരീഫിന്റെ പുനർനിർമ്മാണ ദൗത്യമുള്ള മഹാനായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം
കഅബയുടെ പരിസരത്ത് 2 പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്. അതിൽ ഒരു പ്രാർത്ഥന, ഒന്നാമത്തെ പ്രാർത്ഥന മഹാനവറുകൾ കഅബ പുനർനിർമ്മിക്കപ്പെടാൻ സാധ്യതയുള്ള ഭാഗത്ത് കുടുംബത്തെ പാർപ്പിച്ചിട്ട് പോകുമ്പോൾ അന്നേരം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. രണ്ടാമത്തെ പ്രാർത്ഥന എന്നത് പിൽക്കാലത്ത് കഅബ ഷരീഫിന്റെ പുനർനിർമ്മാണം നടക്കുന്ന നേരത്ത്, അതിന്റെ പടവുകൾ പടുത്തുയർത്തുന്ന നേരത്ത് അപ്പോ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈ 2 പ്രാർത്ഥനകൾക്കിടയിൽ നിസ്കാരം മുഖേന കിട്ടേണ്ട ഹൃദയത്തിന്റെ തസ്കിയത്തും വളരെ വലിയ ബന്ധം സ്ഥാപിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആയത്തുകൾ താഴെ പറയുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلكم يشكرون. സൂറത്ത് ഇബ്രാഹിമിന്റെ 37-ാമത്തെ ആയത്താണ്. പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവരുടെ ഉമ്മ ഹാജർ റളിയല്ലാഹു അൻഹയെയും പിൽക്കാലത്ത് കഅബ നിർമ്മിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മഹാനവറുകൾ മനസ്സിലാക്കിയിട്ടുള്ള ആ പ്രദേശത്ത് പിന്നീടാണ് കഅബയുടെ സ്ഥാനം അള്ളാഹു നിർണയിച്ച് കാണിച്ചു കൊടുക്കുന്നതെന്ന് ഖുർആനിൽ വേറൊരു ആയത്തിലുണ്ട്. അപ്പൊ കഅബ വരാൻ സാധ്യതയുള്ള ഒരു പരിസരം മഹാനവറുകൾ മനസ്സിലാക്കി പുണ്യ കഅബയുടെ ആ പരിസരത്ത് കൊണ്ടുവന്ന് പാർപ്പിക്കാണ്. അപ്പൊ ചെയ്യുന്നൊരു ദുആയുണ്ട്. പടച്ചവനെ, ഞാൻ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് എന്റെ കുടുംബത്തെയാണ്, എന്റെ തലമുറയാണ്. ദുരിയത്ത്, മക്കള്, മക്കളുടെ മക്കൾ, പിൽക്കാലത്ത് വരാൻ പോകുന്ന സന്താന പരമ്പര. ബിവാദിൻ ഗൈരി ദീ സറഅ, പുല്ലുമുളയ്ക്കാത്ത നാട്ടിൽ. ഇൻദ ബൈതിക്കൽ മുഹറം, പിൽക്കാലത്ത് ഇവിടെ കഅബ വരാനുണ്ട്, എനിക്കറിയാം. അള്ളാഹു എന്തിനാ ഞാൻ ഇവിടെ ഇവരെ പാർപ്പിച്ചിരിക്കുന്നതെന്നറിയുമോ? ലിയുഖീമുസ്സലാ, ഇവിടെ സമയബന്ധിതമായ നിസ്കാര നിർവഹണം സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. സമയബന്ധിതമായ നിസ്കാരം, അതിനുവേണ്ടി കുടുംബത്തെ പാർപ്പിച്ചു എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയിലൂടെ സയ്യിദന ഇബ്രാഹിം. അപ്പോ നിസ്കാരത്തെ കുറിച്ച് മഹാനവറുകളോട് പറയുകയാണ് ഈ ആയത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ. ഇനി അടുത്ത ആയത്ത് കഅബയുടെ പരിസരത്ത് തന്നെ ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥന നടന്നതിനെ കുറിച്ച് പറയുന്ന ആയത്താണ്. ആ ആയത്ത് സൂറത്തുൽ ബഖറയിലാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. പിന്നീട് രണ്ടാമത്തെ പ്രാർത്ഥന കഅബയുടെ പരിസരത്ത് നടത്തുന്നത് ഈ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകത്വ നിയോഗം വേണം, ഒരു പ്രവാചക നിയോഗം വേണം എന്നത് പറഞ്ഞുകൊണ്ട്. ആ പ്രവാചകൻ വരുന്നത് എന്തിനാണ്? പരിശുദ്ധമായ ആത്മീയ വചനങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഉദ്ധരിച്ചുകൊണ്ട്, അവർക്ക് പരിശുദ്ധ വേദം ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട്, വയുസക്കീഹിം, അവരെ സംസ്കരിക്കാൻ. ആദ്യം കഅബയുടെ പരിസരത്ത് ഒരു നിസ്കാരത്തിന്റെ സമൂഹത്തെയും പിന്നീടുള്ള പ്രാർത്ഥനയിൽ ആ സമൂഹത്തിൽ നിന്നുള്ളതായ ഒരു പ്രവാചക നിയോഗത്തെയും പറഞ്ഞു. എന്തിനാണ്? നിസ്കാരമുള്ള സമൂഹത്തിൽ പ്രവാചക നിയോഗം വരിക വഴി നിസ്കാരത്തിന്റെ ലക്ഷ്യത്തിൽ അവരെത്തിക്കണം. അതെന്താണ്? ആ ലക്ഷ്യം വയുസക്കീഹിം, ഹൃദയത്തിന്റെ തസ്കിയത്ത് കൊടുക്കലാണ്. അപ്പൊ നിസ്കാരവും അതിന്റെ ലക്ഷ്യവും ഹൃദയത്തിന്റെ തസ്കിയത്താണ്. ഇത് മുടക്കലാണ് ഇബ്ലീസിന്റെ പണി. അപ്പൊ അവൻ നിസ്കാരത്തിൽ വരൽ സ്വാഭാവികമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ 2 പ്രാർത്ഥന ചെയ്തതിനെ അള്ളാഹു കൈക്കൊണ്ടു എന്ന് വേറൊരു ആയത്തിൽ സൂറത്ത് ആല ഇംറാൻ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. നിസ്കാരം മുഖേന ഹൃദയത്തിന് തസ്കിയത്ത് കിട്ടുന്ന, തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന വിചാരവും നല്ല ചിന്തകളും മാത്രം കൊണ്ട് നടക്കാൻ പറ്റുന്ന ഖൽബിന്റെ ശുദ്ധി നിസ്കാരം കൊണ്ട് കിട്ടും. അതിനുവേണ്ടി ഇബ്രാഹിം നബി അന്ന് നടത്തിയ പ്രാർത്ഥനയെ അള്ളാഹു കൈക്കൊണ്ടു എന്ന് സൂറത്ത് ആല ഇംറാനിന്റെ ആയത്ത്.
നിസ്കാരം തസ്കിയത്താണ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് നിസ്കാരം. ആ ഹൃദയ വിശുദ്ധിയെ തടയലാണ് ഇബ്ലീസിന്റെ പണി. അപ്പൊ സ്വാഭാവികമായും ഹൃദയ വിശുദ്ധിയുടെ അമലായ നിസ്കാരത്തിൽ അലമ്പുണ്ടാക്കാൻ അവൻ വന്നിരിക്കും. നിസ്കാരം ഹൃദയത്തിന്റെ വിശുദ്ധിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഖലഖല്ലാഹുസ് സമാവാതി വൽ അർള ബിൽ ഹഖ് ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ് വഅഖിമിസ് സ്വലാത്ത് ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. എന്നെ ഓർക്കാൻ വേണ്ടി, അള്ളാഹു എന്ന വിചാരത്തിന് വേണ്ടി നിസ്കാരത്തെ സമയബന്ധിതമായി നിങ്ങൾ നിർവഹിക്കണേ. കാരണം നിസ്കാരം സമയബന്ധിതമായി അതിന്റെ ഹക്കുകൾ വീട്ടി നിർവഹിക്ക വഴി കിട്ടുന്നത് ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേടുകൾ ചെയ്യാൻ ശരീരത്തിനും മനസ്സിനും കഴിയില്ല, വൃത്തികേടുകൾ പറയാൻ നാവിന് കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു തസ്കിയത്ത് നിസ്കാരത്തിന്റെ നേട്ടമാണെന്ന് ഖുർആൻ. എന്നാൽ നിസ്കരിക്കുന്നവന്റെ കൽബിലാണ് പിശാചിന്റെ ജോലി. എന്തുകൊണ്ട്? നിസ്കാരം കൊണ്ട് കൽബിന്റെ തസ്കിയത്ത് കിട്ടുന്നതിനെ നശിപ്പിക്കലാണ് അവന്റെ ജോലി. ആ ജോലി എടുക്കാൻ അവൻ മനുഷ്യന്റെ മനസ്സിന്റെ അകത്തേക്ക് കടന്നു വന്നേ പറ്റൂ. അതും ഖുർആൻ പറയുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു ഈ അന്വേഷണത്തില്. ഖുർആൻ തന്നെ, ഖുർആന്റെ ആയത്തുകൾ മാത്രം എടുത്താൽ തന്നെ പിശാചിന്റെ നിസ്കാരത്തിലുള്ള സ്വാധീനത്തെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്വാൻ വമൻ യത്തബിഉ ഖുതുവാതിശ് ശൈത്വാനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ ولولا فضل الله عليكم ورحمته ما زكى منكم من أحد أبدا ولكن الله يزكي من يشاء والله سميع عليم. പിശാചിന്റെ വഴിക്ക് പോവല്ലേ, അല്ലാഹുവിന്റെ ഉപദേശം. പിശാചിന്റെ വഴിക്ക് നിങ്ങൾ പോവല്ലേ, തീർച്ചയായും പിശാച് നിങ്ങളോട് വൃത്തികേടുകൾ ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേട് ചെയ്യാൻ അവൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. അല്ലാഹുവിന്റെ ഔദാര്യ എന്നിട്ടും നമ്മൾ വൃത്തികേടുകളിൽ പോവാതിരുന്നത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാ പിശാച് എടുക്കുന്ന ജോലി മുഴുവനും വിജയിക്കാതെ പോകുന്നത്. ആ പരാജയപ്പെടുന്ന ജോലി ഉണ്ടല്ലോ പിശാചിൻ്റെത്, ആ പരാജയപ്പെട്ടോടത്ത് നമ്മെ എത്തിച്ച് അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. പിശാച് പരാജയപ്പെടുന്നിടത്ത് നമ്മൾ എത്തണം, എന്നിട്ട് നമ്മൾ വിജയിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ആ ഹൃദയത്തിന്റെ തസ്കിയത്ത് കൊടുക്കാം. നിസ്കാരത്തിലൂടെ ആവാം, അല്ലാതെ ആവാം. പക്ഷെ അത് ഏറ്റവും സാധ്യമാകുന്നത് നിസ്കാരത്തിലൂടെയാണ്. റബ്ബ് എന്ന ചിന്ത ഇല്ലാതാക്കാനാണ് നിസ്കാരത്തിൽ കയറി അവൻ ഈ പണിയെടുക്കുന്നത്. നിസ്കാരം ഒഴിവാക്കി ഒരാളെ റബ്ബ് എന്ന ചിന്തയിൽ നിന്നും അകറ്റാൻ അങ്ങനെയും ശ്രമിക്കുന്നുണ്ട്. നിസ്കരിക്കാത്തവർ എന്ന ഒരു വിഭാഗത്തെ പടയ്ക്കാൻ ഇവിടെ ഇബ്ലീസ് വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. നിലവിൽ നിസ്കരിക്കുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് കയറി വസ്വാസം ഉണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. രണ്ടുണ്ട്. തീരെ നിസ്കരിപ്പിക്കാതെയും റബ്ബെന്ന വിചാരത്തിൽ നിന്ന് ഹൃദയത്തെ ഒഴിവാക്കിയെടുക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നമാ യുരീദു ശൈത്വാൻ അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാം.
കള്ളുകുടി പ്രോത്സാഹിപ്പിക്കുന്ന പോലെ, ചൂതാട്ടം പ്രോത്സാഹിപ്പിക്കുന്ന പോലെ പിശാച് പ്രോത്സാഹനം കൊടുക്കുന്നത് നിസ്കരിക്കാതിരിക്കാനും കൂടി എന്ന് പരിശുദ്ധ ഖുർആൻ. അതുവഴി അല്ലാഹു എന്ന വിചാരത്തിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കുന്നു എന്ന് ഖുർആൻ. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ്. ഈ ആയത്തിന്റെ അർത്ഥം അങ്ങനെയാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات. പിൽക്കാലത്തൊരു സമൂഹം വരാനുണ്ട്, അവർ അകാരണമായി നിസ്കാരത്തെ ഒഴിവാക്കുന്നവരാ, അവർ അവരുടെ താല്പര്യങ്ങളുടെ പിന്നാലെ പോകുന്നവരാ. ഇങ്ങനെ ഒരു വിഭാഗത്തെയും ഖുർആൻ പറയുന്നു. അതായത് പിശാചിന്റെ പണി വിജയിക്കുന്ന ഇടങ്ങൾ അല്ലാഹു അതിൽ നിന്ന് ഒഴിവാക്കട്ടെ. നിസ്കാരം പിശാചിന് വലിയ വീക്ക്നെസ്സാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة. ഒരു ഉപദേശം ദീനിന്റെ കാര്യത്തിൽ അള്ളാന്റെ ഹബീബിന്റെ വാക്കുകളിലൂടെയോ അല്ലാതെയോ ഒക്കെ ഒരാളിൽ ഫലിച്ച് കാണണമെങ്കിൽ, ദീനിയായ ഒരു കാര്യം പറഞ്ഞാൽ അത് ഒരാളിൽ ഫലിച്ച് കാണണമെങ്കിൽ ആ മനുഷ്യൻ നിസ്കാരമുള്ള ആളാണെങ്കിൽ, എങ്ങനെയാണ് നിസ്കരിച്ച കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവിടെ ഫലം കാണാം. ഒരു ഉപദേശം നല്ലത് പറഞ്ഞാൽ അത് ഏറ്റെടുക്കും. മാത്രവുമല്ല അങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്ന ആള് അവൻ ഹൃദയത്തിന് വിശുദ്ധി കിട്ടിയവനാ. നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ അത് കൃത്യമായി പാലിച്ചു പോകുന്നവൻ ഹൃദയത്തിൽ പിശാച് കയറാത്തവനാണെന്ന് ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരം നാശമാക്കാൻ അവൻ 3 ഘട്ടങ്ങളിലായി ഒരു മഹാന്മാര് പഠിപ്പിക്കാം. നമ്മൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തെ നാശമാക്കാൻ വേണ്ടി അവൻ 3 ഘട്ടങ്ങളിൽ വരുമെന്ന് മഹാന്മാര് പറയാണ്. إذا حضر وقت الصلاة أمر إبليس جنوده بأن يتفرقوا ويأتوا الناس ويشغلوهم عن صلاتهم. മഹാന്മാര് പഠിപ്പിക്കാണ്, നിസ്കാരത്തിന്റെ സമയമാവുമ്പോഴേക്കും ഇബ്ലീസ് അവന്റെ പട്ടാളത്തെ വിളിച്ചുകൊണ്ട് പറയും, നിങ്ങൾ ചിതറിയോടണേ, വേഗം വേഗം ചെല്ലണേ. ഒരുപാട് പിശാചുക്കൾ ഇങ്ങനെ ചിതറി ഓടാൻ തുടങ്ങും. എപ്പോഴാ? നിസ്കാരത്തിന്റെ നേരമാകുമ്പോ. എന്നിട്ടോ അവർക്ക് അവരുടെ നേതാവ് ഇബ്ലീസ് കൊടുക്കുന്ന ആജ്ഞ എന്താണെന്നറിയുമോ? ഓരോ നിസ്കാരക്കാരന്റെ അടുക്കലേക്കും ചെല്ലണം. എന്നിട്ടോ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചവന്റെ മുന്നിൽ ചെന്നിട്ട് ആദ്യം പറയണം, ഒന്നാമത്തെ ഡ്യൂട്ടി ഇങ്ങനെയാണ്. അതായത് ഇബ്ലീസ് നിസ്കാരത്തെ ഫസാദാക്കാൻ വേണ്ടിയിട്ട് നാശമാക്കാൻ വരുന്ന 3 ഘട്ടങ്ങളിൽ ഒന്നാമത്തേത്, നിസ്കാരത്തിന്റെ നേരമാകുമ്പോ ചിതറി ഓടിയ പിശാചിന്റെ കുട്ടികൾ മുഴുവൻ നിസ്കരിക്കാൻ തയ്യാറായ ആളോട് പ്രേരിപ്പിക്കും, ഒരല്പം കൂടി കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ മതിയേ എന്ന് പറഞ്ഞ് അതിന്റെ സമയത്തെ പിന്തിപ്പിക്കാൻ വേണ്ടി പരമാവധി പ്രോത്സാഹനം കൊടുക്കും, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഒന്നാമത്തെ പണി അതാ. ഒന്നാമത്തെ ഘട്ടം ഇങ്ങനെയാണ്. രണ്ടാമത് അദ്ദേഹം അത് അവഗണിച്ച സമയത്തിന് നിസ്കരിക്കാൻ തീരുമാനിച്ചു എന്ന ഘട്ടെത്തിയാൽ ഇബ്ലീസ് അവന്റെ പട്ടാളവും പരാജയപ്പെടല്ലേ. അപ്പൊ രണ്ടാമത്തെ പണി തുടങ്ങും. അതെന്താ രണ്ടാമത്തെ പണി? ഈ നിസ്കാരത്തിന്റെ അകത്തേക്ക് മറ്റു പല ചിന്തകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ പണി തുടങ്ങും. അവിടെയും പരാജയപ്പെടുമ്പോ നിസ്കാരത്തെ വേഗത്തിലാക്കി അതിനുശേഷം ദിക്റുകളൊന്നും ചൊല്ലണ്ട, വേഗം വേഗം സുന്നത്തൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ധൃതി കൂട്ടാൻ വേണ്ടിയിട്ട് 3ാമത്തെ പണി എടുക്കും. ഇങ്ങനെ 3 പണികൾ പരാജയപ്പെടുമ്പോഴാണ്
ശരിക്കും ഒരു നിസ്കാരം അവിടെ വിജയിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 3 രീതിയിലുള്ള ഇബ്ലീസിന്റെ പണികൾ, ജോലികൾ പരാജയപ്പെടുമ്പോഴാണ് ഒരു നിസ്കാരം വിജയിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ പരാജയപ്പെട്ട ശൈത്താൻ ഇബ്ലീസിന്റെ മുന്നിലേക്ക് അടുത്ത വഖത്തിന് മുമ്പ് വരാണ് റിസൾട്ടുമായിട്ട്. ഞാൻ തോറ്റുപോയി, നിസ്കാരം നാശാക്കാൻ വേണ്ടി ഞാൻ പോയതാ, ഞാൻ തോറ്റുപോയി. അപ്പോഴുണ്ട് ഇബ്ലീസിന്റെ മുഖം വാടിയിരിക്കും. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മനുഷ്യനെ ഫസാദാക്കാൻ പോയി തോറ്റിട്ട് വന്ന ശൈത്താൻ കുട്ടിയെ ഇബ്ലീസിന്റെ ആജ്ഞ വരും, അവനെ കൈകാലുകൾ ബന്ധിച്ചിട്ട് കടലിൽ എറിയാൻ പറയുമത്രേ. അങ്ങനെ കൈകാലുകൾ ബന്ധിച്ച് ആ പിശാചിനെ കടലിലെറിയും. എന്ന നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിജയിച്ചു വരുന്ന പിശാച് കുട്ടിയെ സാക്ഷാൽ ഇബ്ലീസ് ബഹുമാനിക്കും എന്ന് മഹാന്മാർ രേഖപ്പെടുത്താം. എന്തിനാണ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വിടുന്നത്? ഇബ്ലീസിന്റെ ഡ്യൂട്ടി അവൻ റബ്ബിന്റെ മുന്നിൽ ശപഥം ചെയ്തു വന്നത് ഈ ഖൽബിന്റെ തസ്കിയത്ത് കളയാനാണ്. നിസ്കാരം എന്ന അമല് കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഖൽബിന്റെ തസ്കിയത്ത്, അല്ലാഹ് എന്ന വിചാരം, നന്മയും തിന്മയും വിവേകിച്ചറിയാനുള്ളതായ മനസ്സിന്റെ കഴിവ്. അത് നിസ്കാരം കൊണ്ട് കിട്ടൂല. അപ്പൊ നിസ്കാരം നാശാക്കി അത് കിട്ടൂല. ഇതാണ് ഇബ്ലീസിന്റെ പണി. ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. ഇദാ നൂദിയ ലിസ്സലാ അദ്ബറ ശൈത്താനു വലഹു ദുറാത്ത്. എത്ര വൃത്തികെട്ട സമീപനമാണ് ഒരു നിസ്കാരത്തിന്റെ സമയത്തിൽ പിശാച് കാണിക്കുന്നതെന്നറിയുമോ? നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ നിന്നും വാങ്കിന്റെ അമരധ്വനി കേട്ട് കഴിഞ്ഞാൽ ഹയ്യ അലസ്സലാഹ്, നിസ്കരിക്കാൻ വരണേ എന്ന് വിളിച്ച് പറയപ്പെടുന്ന വാങ്കിന്റെ വാക്ക് കേൾക്കുമ്പോഴേക്കും പിശാച് അത് കേൾക്കുന്ന സമയത്ത് വെറുപ്പോടുകൂടെ അവൻ ആ പള്ളിയുടെ പരിസരത്ത് നിന്ന് ഓടിയകലുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ വാങ്കിനോട് അവൻ കാണിക്കുന്ന പ്രതികരണം കീഴ്ശ്വാസം കൊണ്ടായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ടോ ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചവനോടിയിട്ട് വാങ്ക് അവസാനിക്കുമ്പോ അവൻ നിസ്കാരത്തിന് ആളുകൾ വരുന്ന വഴിയിലേക്ക് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങും, അവനും അവന്റെ അനുയായികളും. അപ്പോഴുണ്ട് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇഖാമത്ത് കൊടുക്കുമ്പോൾ ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഈ വാക്ക് പറയലോടുകൂടെ വീണ്ടും ഇബ്ലീസും അവന്റെ കുട്ടികളും അത് കേൾക്കുമ്പോൾ സഹിക്കാവതെല്ലാവരും തിരിഞ്ഞു വീണ്ടും ഓടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഖദ് ഖാമത്തിസ് സ്വലാത്തിന്റെ വാക്ക് കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് സമാരംഭം കുറിക്കുമ്പോഴേക്കും ഇവര് പിന്നെയും ഓടി ഓടി നിസ്കാരക്കാരുടെ അടുക്കിലേക്ക് പാഞ്ഞു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നിട്ടോ നിസ്കാരക്കാരന്റെ അകത്തേക്ക് അവൻ കയറും. എന്നിട്ട് പറയാൻ തുടങ്ങും. എവിടെ കയറുമെന്നറിയുമോ? ഹത്താ യഖ്തുറ ബൈനൽ മർഇ വ നഫ്സിഹി, ഹൃദയത്തിന്റെ അകത്തായി ഇബ്ലീസിന്റെ പണി. നിസ്കാരക്കാരന്റെ മനസ്സിന്റെ അകത്തേക്ക് അവൻ കടന്നു വരും. എന്നിട്ട് പറയും ഉദ്കുർ കദാ ഉദ്കുർ കദാ ഉദ്കുർ കദാ, ഇന്ന കാര്യം ഓർക്കണേ, ഇന്ന കാര്യം ഓർക്കണേ, ഇന്നാലിന്ന കാര്യത്തെ ഓർക്കണേ എന്ന് പറഞ്ഞവൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ ഒരു മനുഷ്യൻ ഓർക്കാൻ നിർബന്ധിതനാകുകയാണ് എങ്കിൽ ആ നിസ്കാരത്തിന്റെ കോലമുണ്ടല്ലോ, എത്ര നിസ്കരിച്ചു ലാ യദ്രീ കം സല്ലാ, ആ നിസ്കാരക്കാരൻ എത്ര റകഅത്ത് നിസ്കരിച്ചു എന്നത് മറന്നു പോകും വിധം മറ്റു ചിന്തകൾ നിസ്കാരത്തിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ പിശാചിനെ കൊണ്ട് കഴിയുമെന്ന് ഖാല റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. വലിയ വലിയ ആളുകളുടെ അടുത്ത് പോണ്ടേ, വലിയ വലിയ ആളുകളെ പോലും നിസ്കാരത്തിൽ ഫസാദാക്കാൻ ഇബ്ലീസും അവന്റെ പട്ടാളക്കാരും പലപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്. നമ്മളെ മാത്രല്ല, അകറ്റി നിർത്താനൊക്കെ പറ്റൂട്ടോ. നിസ്കാരത്തിന്റെ ആ ഏരിയയില് ഇബ്ലീസ് ഉണ്ടാവില്ല, അതിന് കഴിയും. നമ്മുടെ നാവ് കൊണ്ട് കഴിയും. സാധാരണ ഈ പാമ്പ് വരാതിരിക്കാൻ വേണ്ടി ചില തൈലങ്ങൾ തളിക്കാറുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ. അങ്ങനെ ചില പഴമക്കാര് പറയാറുണ്ട്.
അങ്ങനെ പാമ്പിന് ഇഷ്ടമല്ലാത്ത മണമുള്ള സാധനം. തൈലത്തെക്കാളൊക്കെ ഏറ്റവും നല്ലത് പാമ്പ് വരാതിരിക്കാൻ മണ്ണെണ്ണ തളിക്കലാണ് എന്ന് പലരും നല്ല വിവരമുള്ള ആളുകൾ പറയുന്നത് വായിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചറിഞ്ഞിട്ടുണ്ട്, അതുപോലെ പറഞ്ഞു കേട്ടു. മണ്ണെണ്ണയുടെ മണം, ഓയിലിന്റെ മണം, പെട്രോളിന്റെ മണമൊന്നും പാമ്പ് പോലെയുള്ളതിനൊന്നും ഇഷ്ടമല്ല. അത് ഒരുപാട് സമയത്തേക്ക് നീണ്ടു നിൽക്കുന്നതല്ല മണം. പിന്നെ ആ ഏരിയയിൽ വരില്ല എന്നുള്ള രീതിയിൽ ചില സന്ദർഭങ്ങളിൽ ചില കീടനാശിനികൾ ചില ജീവികൾ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ സ്മെല്ലടിച്ച് എന്തിന്? ഈ ഉറങ്ങാൻ നേരം കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് നൈറ്റ് അതുപോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ കുത്തിവെച്ചിട്ട് അത് പ്രവർത്തിപ്പിച്ചതിന്റെ വാസന കൊണ്ട് അകറ്റി നിർത്തുന്ന പണിയുണ്ട്. എന്നാൽ പിശാചിനെ അകറ്റി നിർത്താനും അതുപോലെ പിശാചിനെ വെറുപ്പിച്ച് മാറ്റി ആ ഭാഗത്തേക്ക് അവന് നോക്കാൻ തന്നെ ഇഷ്ടമല്ല, ആ രീതിയിൽ നമ്മുടെ അടുത്തൊരു വലയം തീർക്കാനൊക്കെ പറ്റും. അതിനെ പറ്റിയ പണികളൊക്കെ ഉണ്ട്, അതിനെ പറ്റിയ ദിക്റുകളുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ പറയാൻ ഇൻഷാ അല്ലാഹ്. വലിയ വലിയ ആളുകളുടെ നിസ്കാരം ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് അവൻ ചെന്നിട്ടുണ്ട്. ഒരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പറയുന്നുണ്ട്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ഇന്ന ഇഫ്രീതൻ മിനൽ ജിന്നി തഫല്ലതൽ ബാരിഹത ലിയഖ്തഅ അലയ്യ സ്വലാത്തി. അല്ലാഹുവിന്റെ ഹബീബ് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് എന്നവൻ ഇക്കഴിഞ്ഞ രാത്രി എന്റെ നിസ്കാരം ബാത്തിലാക്കാൻ വേണ്ടി, നാശമാക്കാൻ അവൻ എന്റെ അടുത്തും വന്നു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? എന്റെ നിസ്കാരത്തിൽ നിന്നും എന്റെ മനസ്സിന്റെ ബന്ധത്തെ മുറിച്ചു കളയാൻ ഇക്കഴിഞ്ഞ രാത്രി ഇഫ്രീത്ത് എന്നവൻ, ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാച് വർഗത്തിൽപ്പെട്ട അവൻ എന്റെ അടുത്ത് വന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷേ അവന് സാധിച്ചില്ല, അവന്റെ ശ്രമങ്ങൾ എന്റെ മുന്നിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഫഅംകനനി അല്ലാഹു മിൻഹു ഫഅഖത്തുഹു. എന്റെ നിസ്കാരം കഴിഞ്ഞ് അവന് പോവാൻ പറ്റാതെ അവൻ കുടുങ്ങിപ്പോയി എന്റെ മുന്നിൽ. അവനെ പിടിച്ചു കെട്ടാൻ അല്ലാഹു എനിക്ക് അവസരവും തന്നു. ഞാൻ അങ്ങനെ അവനെ പിടിച്ചു, ഞാൻ അവനെ കെട്ടാൻ ഉദ്ദേശിച്ചു. ഫഅറദ്തു അൻ അർബുതഹു അലാ സാരിയത്തിൻ മിൻ സിവാരിൽ മസ്ജിദി. പരിശുദ്ധ മസ്ജിദുൻ നബവിയുടെ ഏതെങ്കിലും ഒരു തൂണിൽ അവനെ പിടിച്ച് കെട്ടിയിടണമെന്ന് ഞാൻ തീരുമാനിച്ചു ചെന്നു. എത്രത്തോളം ഞാൻ അവന്റെ അടുക്കലേക്ക് എത്തി, ഞാൻ അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നേരം പുലരുമ്പോൾ നിങ്ങളെ വിളിച്ച് ഓരോരുത്തർക്കും കാണിച്ചു തരാമെന്നും ഞാൻ കരുതിയിരുന്നു. സ്വഹാബികളോട് പറയുകയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളെ നാളെ പിറ്റേ ദിവസം പിറ്റേ പകലിൽ കാണിച്ചു തരാം എന്ന് വിചാരിച്ച് ഞാൻ അവനെ കെട്ടിയിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ ഞാനൊരു ദുആ ഓർത്തു. അല്ലാഹുവിന്റെ ഖുർആനിൽ പറയപ്പെട്ട ഒരു ദുആ. ആ ദുആ ചെയ്തത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ്. എന്താണ് ആ ദുആ? എന്റെ പ്രിയ സഹോദരൻ സുലൈമാൻ നബിയുടെ ദുആ ഞാൻ ഓർത്തുപോയി. റബ്ബി ഹബ്ലി മുൽക്കാ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. സുലൈമാൻ നബി എന്ന മഹാനായ പ്രവാചകൻ അല്ലാഹുവോട് ഒരിക്കൽ ദുആ ചെയ്ത് വാങ്ങിച്ചു വെച്ച ഒരു അനുവാദമുണ്ട്, ഒരു അവകാശമുണ്ട്. പടച്ച റബ്ബേ, ഈ ജിന്ന് പിശാചുക്കളെ അടക്കി വാഴാനുള്ള ഒരു വലിയ അധികാരം നീ അത് എനിക്ക് തരണേ, അത് എനിക്ക് മാത്രം തരണേ. ഈ ദുആ ഓർത്തപ്പോ സുലൈമാൻ നബിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഇഫ്രീത്ത് എന്ന എന്റെ നിസ്കാരത്തെ ബാത്തിലാക്കാൻ വന്ന പിശാചിനെ പിടിച്ച് കെട്ടാതെ അഴിച്ചു വിട്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് പറയുന്നുണ്ട്. അവനെങ്ങനെ വരൂന്നേ, നമ്മെ പിടിക്കാൻ, നമ്മെ കീഴടക്കാൻ, എന്നിട്ട് നമ്മുടെ നിസ്കാരത്തിൽ കയറിയിട്ട് അവൻ അങ്ങോട്ട് വരകും. അല്ലാഹ് പടച്ചോൻ കാക്കട്ടെ, എന്തൊരവസ്ഥയാണ്. ഞാൻ അവസാനിപ്പിക്കാം, കേട്ടോളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പിശാചിന്റെ ഈ വരവിനെ സംബന്ധിച്ച് കൃത്യമായി തന്നെ പറഞ്ഞു. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم
وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. പിശാച് അന്നേ അല്ലാഹുവോട് ശപഥം ചെയ്തതാ, റബ്ബിന്റെ മുന്നിൽ കരാറ് പറഞ്ഞു പോന്നതാ, ഞാൻ ഈ മനുഷ്യന്മാരുടെ മുന്നിലേക്ക് ചൊല്ലും, മുന്നിലൂടെ ചൊല്ലും, വമിൻ ഖൽഫിഹിം പിന്നിലൂടെ ചൊല്ലും, വലതുവശത്ത് കൂടെ ചൊല്ലും, ഇടതുവശത്ത് കൂടി ചൊല്ലും. ഞാൻ അവരുടെ മുന്നിലും പിന്നിലും വലതും ഇടതുമായി ചൊല്ലുന്നത് അവർ നിനക്ക് നന്ദി ചെയ്യുന്ന പണി ഫസാദാക്കാൻ വേണ്ടിയാ. വലാ തജിദു അക്സറഹും ശാകിരീൻ. റബ്ബേ, നിനക്ക് ശുക്ർ ചെയ്യുന്ന പണി ഫസാദാക്കാൻ വേണ്ടി ഞാൻ അവന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലത്തും ഇടത്തും മുകളിലും താഴെയും ഏതെല്ലാം വിധേന എത്താൻ പറ്റും ആ വിധേന മുഴുവനും ഞാൻ എത്തിയിരിക്കും. നിനക്ക് നന്ദി ചെയ്യുക എന്ന മനുഷ്യന്റെ ദൗത്യത്തിൽ അലമ്പുണ്ടാക്കും ഞാൻ. അങ്ങനെ വരുമ്പോ വലാ തജിദു അക്സറഹും ശാകിരീൻ. ഈ നിസ്കരിക്കുന്ന നിസ്കാരക്കാരിൽ പലരും എന്നല്ല അധികം ആളുകളെയും നിന്റെ മുന്നിൽ നന്ദി പ്രകടനത്തിന്റെ നിസ്കാരമായ കബൂലുള്ള നിസ്കാരമായ നിസ്കാരം നിർവഹിക്കാത്തവർ എന്ന അവസ്ഥയിൽ ഞാൻ അവരെ കൊണ്ടുപോയി എത്തിച്ചിരിക്കും അല്ലാ എന്ന് ഇബ്ലീസ് പറഞ്ഞു. ഷാക്കിർ എന്ന പദത്തിനർത്ഥം നിസ്കാരം എന്ന നന്ദി പ്രകടന. അത് നടത്തുന്നവർ അഥവാ നന്നായി നിസ്കരിക്കുന്നവരെ ഞാൻ നാശാക്കിയിരിക്കും. അങ്ങനെ ആരും ഉണ്ടാവൂല. സൂക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചോളാൻ പറഞ്ഞു. യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ അഖറജ അബവൈകും മിനൽ ജന്നഹ്. സ്വർഗത്തിൽ നിന്നും വാപ്പയെയും ഉമ്മയെയും കൊണ്ടുവന്നു അവിടുന്ന് പുറത്താക്കാനുള്ള സ്വാധീനവും സാഹചര്യവും കെണിവലയങ്ങളും തീർക്കാൻ പിശാചിന് കഴിഞ്ഞു. ഓർത്തുവച്ചോ മനുഷ്യരെ, ആദമിന്റെ മക്കളെ നിങ്ങൾ ഓർത്തുവച്ചോ എന്ന ഉപദേശം പരിശുദ്ധ ഖുർആൻ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നിസ്കാരത്തിൽ പിശാചിന്റെ ശല്യം ഒഴിവാക്കാൻ നിസ്കാരം മുഖേന അല്ലാഹുവിന്റെ ഇഷ്ടക്കാരൻ എന്ന ഷാക്കിറായി തീരാൻ നിസ്കാരത്തിന് പുറത്തു നിന്നേ പണി തുടങ്ങിയിരിക്കണം. അതെന്താ? ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, നിസ്കരിക്കാൻ വരുന്നതിന് മുന്നേ നമ്മൾ പിശാചിന്റെ കൂടെ ആയതുകൊണ്ട് നിസ്കാര നേരം നമ്മെ അവിടെ കാണാത്തത് കൊണ്ട് അവൻ അന്വേഷിച്ച് നിസ്കാരത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ നിസ്കാരത്തിന് പുറത്ത് യഥേഷ്ടം നമ്മൾ പിശാചിനെ അകറ്റി നിർത്തിയേ പറ്റൂ. അതിനു വേണ്ടിയിട്ട് പിശാചിന് ഏറ്റവും വെറുപ്പുള്ള ദേഷ്യമുള്ള ഒരു വാക്കുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ആ വാക്ക്, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് 1000 വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ ഖൈറാണ്. 1000 വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ ഖൈറാണ്. നിസ്കാരത്തിന്റെ പുറത്ത് നിസ്കരിക്കാത്ത നേരത്തെ ഒരു 1000 അൽഹംദുലില്ലാഹ് എന്റെ നിസ്കാരത്തിൽ ഇബ്ലീസ് വരാതിരിക്കണം എന്ന നിയ്യത്തിൽ അങ്ങ് ചൊല്ലിക്കോ. ഇബ്ലീസ് വെറുത്ത് ആ മനുഷ്യനോട് അകലം പ്രാപിച്ചിരിക്കും. ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള ദിക്ർ അൽഹംദുലില്ലാഹ്. നിസ്കാരത്തിന്റെ ഒഴിവ് സമയങ്ങളിൽ നിസ്കരിക്കാത്ത നേരത്ത് അത് പരമാവധി വർദ്ധിപ്പിക്കാം. മഹാനായ എസ്എംക തങ്ങൾ എപ്പോഴും പറയാറുണ്ട്, അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിച്ചോളാൻ പറയാറുണ്ട്. അൽഹംദുലില്ലാഹ് വർദ്ധിപ്പിച്ച നിസ്കാരത്തിന്റെ സമയത്ത് പിശാചിന്റെ ശല്യം കുറയും, ഏകാഗ്രത കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്തരം കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവുക. അറ്റ്ലീസ്റ്റ് ഒരു 100 അൽഹംദുലില്ലാഹ് എങ്കിലും ചൊല്ലിയാലും വളരെ നന്നായിരിക്കും. എന്തിനാ ഞാനിപ്പോ ഇത് ചൊല്ലാൻ പറഞ്ഞത്? നിസ്കാരത്തെ പിശാചിന്റെ കെണിവലയങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ റബ്ബേ, നീ കബൂലാക്കണേ തമ്പുരാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്.
രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഒരു പ്രിയപ്പെട്ട സഹോദരി സോഫിയ എന്ന പേരുള്ള സഹോദരി, അവർ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഒരു അപകടത്തെ തുടർന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. റഹ്മാനെ, നൂറുകണക്കിന് ആളുകൾ ആമീൻ പറയുന്ന, ആയിരക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്ന പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസ് റബ്ബേ, പ്രിയപ്പെട്ട സഹോദരിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ ട്രീറ്റ്മെന്റ് വിജയിപ്പിക്കണേ അല്ലാ. ഇതുവരെ അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല റബ്ബേ. ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഗുണമുണ്ടാവണമല്ലാ. ഒരു പാവപ്പെട്ട കുടുംബമാ, ഒരുപാട് പേര് അവരെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സഹായിക്കുന്നവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ആ കുടുംബം വല്ലാത്ത സങ്കടത്തിലാണ് തമ്പുരാനെ. ആ അപകട നിലയെ തരണം ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരിയെ നീ പ്രാപ്തമാക്കണേ അല്ലാ. അല്ലാഹുവേ, അത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന് ഡോക്ടർമാർ പറയുന്ന പോലെ അല്ലാഹുവേ, അത്ഭുതം സംഭവിച്ചുകൂടെ? നിന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ വേണമല്ലാ. മഹാനരായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ബറക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ, ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് ആ അപകടത്തെ തരണം ചെയ്ത് അതിജയിച്ച് കടന്നു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ആഫിയത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ചെയ്യുന്ന ചികിത്സകൾ മുഴുവനും വിജയിപ്പിക്കണേ അല്ലാ. എല്ലാവിധ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാ. ക്യാൻസർ എന്ന രോഗത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ദുആ വസിയത്ത് ചെയ്തവർ റബ്ബേ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും റബ്ബേ ഹലാലായ മുറാദ് നീ ഹസ്സലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സഗാറ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.